നമ്മുടെയൊക്കെ ലൈഫിലെ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം നമുക്ക് വരുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഭാഗ്യമാണെന്നും നമുക്ക് വരുന്ന എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ വിധിയാണെന്നും ചിന്തിക്കുന്നവരുണ്ട് അല്ലേ. ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിനെ ഒരു രണ്ട് ചോയ്സ് തന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാമാണ് അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളതും നമ്മൾ ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മതം പഠിച്ച ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ ഇഷ്യൂസിനൊക്കെ നമുക്ക് മുന്നിൽ രണ്ട് ചോയ്സ് ഉണ്ടാവും. അതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സൂയിസൈഡ് ചെയ്യുന്നതോട് കൂടി അവരെ വിധി അവർ തെരഞ്ഞെടുത്തു. ചിലപ്പോൾ ചില ആളുകളാണെങ്കിൽ പറയും അവരെ നിർഭാഗ്യം എന്നൊക്കെ രീതിയിൽ പറയൂലേ. പക്ഷെ അവിടെ അവരത് മരിക്കുന്നില്ല, അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ എന്തെങ്കിലും വലിയ വലിയ നേട്ടങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യം എന്നുള്ള രീതിയിൽ പറയും. ശരിക്കും അങ്ങനെയുള്ളൊരു സംഭവത്തിൽ നിന്നുള്ള അവരെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണല്ലോ ആ ഒരു എഫക്റ്റ്. ഇനി വേണ്ട മുമ്പ് ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ മുമ്പത്തെ അതിന് മുന്നത്തെ ഓണത്തിന്റെ ബമ്പറാന്ന് തോന്നുന്നുണ്ട്. അവർ ആ ലോട്ടറി ടിക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തതാണ് ആ അടിച്ചത് എന്നാണ്. ചേഞ്ച് ചെയ്യാനുണ്ടായ തീരുമാനമാണല്ലോ അവർക്ക് ഭാഗ്യമായിട്ട് വന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യം നിർണ്ണയിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നാണ്. വിധി എന്ന് പറയുന്നതിൽ എത്രത്തോളം അർത്ഥമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്ത് പറയുകയാണെങ്കിലും നമുക്ക് നമ്മുടെ തീരുമാനമാണ് അവിടെ തന്നിട്ടുള്ളത്. ആ തീരുമാനം ശരിയായ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഭാഗ്യം വരും. അത് തെറ്റായ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വിധി വരും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെയൊക്കെ ലൈഫിലെല്ലാം നമ്മൾ പഠിച്ച് ചെയ്യുന്നില്ലല്ലോ. ജീവിതം തന്നെ നമുക്ക് അറിയുന്ന രീതിയിലൂടെ തുഴഞ്ഞു പോകുന്നൊരു തോണിയാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിവരമുള്ള ആളുകള്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകള്, ഇനി അതല്ല നമുക്ക് കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകള്, അത്യാവശ്യം നോളജ് ഉള്ള കൗൺസിലേഴ്സ് ആണെന്നുള്ള ഇങ്ങനത്തെ ആളുകളിൽ നിന്നൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തരുന്നതല്ല. അല്ലാതെ നമ്മൾ ആരോടെങ്കിലൊക്കെ ചോദിച്ച് നമ്മുടെ ലൈഫിൽ അതാണ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അതാണ് തീരുമാനിക്കാൻ എന്നുള്ള തീരുമാനത്തിലൂടെ പോവല്ല. കറക്റ്റ് ആയിട്ടുള്ള വേ നമ്മളെ ലൈഫിൽ ശരിയാണോ തെറ്റാണോ ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷന് നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. ചൂസ് ചെയ്യാനെങ്കിൽ ചിലപ്പം നമുക്ക് വിധിയെ ഭാഗ്യമാക്കി മാറ്റാം.